ഇറാന്റെ അന്ത്യവും പൂർണ്ണമായ നാശവും പരിഗണനയിലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കീഴടങ്ങിയില്ലെങ്കിൽ ഇന്ന് ഇറാനെ രൂക്ഷമായി ആക്രമിക്കും. ഇറാൻ ഇനി മധ്യേഷ്യയിലെ ഭീകരരല്ല, മറിച്ച് വെറും പരാജിതരാണ്. നരകത്തിലേക്ക് തുരത്തപ്പെടുത്തുന്ന ഇറാൻ ക്ഷമാപണം നടത്തി അയൽക്കാരോട് കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. മനു ഭരത് ചേരുകയാണ്. മനു, ട്രംപ് ഇപ്പോൾ ഇറാനെ തകർക്കും, ഇറാനെ ഇല്ലാതാക്കുമെന്ന ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലമാണ്. ഇന്ന് രാത്രിയിൽ രൂക്ഷമായ ആക്രമണത്തിനാണോ അമേരിക്ക തയ്യാറെടുക്കുന്നത്? ട്രംപ് ശക്തമായൊരു ഭീഷണിയാണ് തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇറാൻ പ്രസിഡന്റ് മൗസൂദ് പെഷ്കേഷിയാൻ ഒരു മാപ്പപേക്ഷ നടത്തിയിരുന്നു. സമീപത്തുള്ള ഈ GCC രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചതിൽ അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. തെഹ്റാനെ ഇങ്ങോട്ട് ആക്രമിക്കാത്ത പക്ഷം ഇറാൻ പ്രത്യാക്രമണം നടത്തില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കേഷിയാൻ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് മറുപടിയായാണ് ട്രംപ് തൻ്റെ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ കുറിക്കുന്നത്. ഇന്ന് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകും. മാത്രവുമല്ല, ഇത് അന്ത്യം കുറിക്കുന്ന തരത്തിലായിരിക്കും. ഇറാൻ്റെ പെരുമാറ്റം വളരെ മോശമാണ്, അതിന് തക്കതായൊരു മറുപടി താൻ നൽകും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നൽകിയിട്ടുള്ളത്. നരകത്തിലേക്ക് തുരത്തപ്പെടുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. ഇറാനെ ഈ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും മാപ്പപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം അയൽക്കാരോട് വന്നിരിക്കുന്നു. അതൊരു കീഴടങ്ങലാണ്. ഇസ്രയേലും അമേരിക്കയും തുടർച്ചയായി ആക്രമണം നടത്തുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ മാപ്പ് പറയേണ്ടി വന്നത് എന്നുകൂടി ട്രംപ് പറഞ്ഞു വയ്ക്കുകയാണ്. അതേസമയം ഈ ഇറാൻ അവരുടെ നിലപാട് കൂടുതൽ വ്യക്തമാക്കി മുന്നോട്ട് വയ്ക്കുന്നു. ആരെയും അങ്ങോട്ട് ആക്രമിക്കാൻ ഇറാനില്ല, പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അവർക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന് വ്യക്തമാക്കുന്നു. ദി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വിൽ നെവർ ബോ ടു ഫോഴ്സ് എന്ന് ഏതൊരു ശക്തിക്ക് മുന്നിലും കീഴടങ്ങില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ അവരുടെ ശക്തമായ സൈനിക ശക്തി ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കും. അമേരിക്കൻ കടന്നുകയറ്റത്തിനും അതുപോലെ അമേരിക്കൻ ശക്തിക്കെതിരെയും ഒരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും മധ്യേഷ്യയിൽ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുമെന്ന സൂചനയല്ല ഇപ്പോൾ ലഭിക്കുന്നത്. പലയിടങ്ങളിലും പ്രത്യേകിച്ച് ശക്തമായ ആക്രമണം നടക്കുന്നു. പ്രത്യേകിച്ച് ഈ IDF ലെബനൻ പ്രത്യേകിച്ച് സദൺ ലെബനൻ വളരെ ശക്തമായി ആക്രമിക്കുന്നു. പലയിടങ്ങളിലും ഉഗ്രസ്ഫോടനത്തിൻ്റെ ശബ്ദങ്ങൾ പുറത്തു വരികയാണ്. ഏതായാലും ഹെസ്ബുള്ളയുമായി ഒരു ഐക്യത്തിന് തയ്യാറാകണമെന്ന ആവശ്യം ചില കേന്ദ്രങ്ങൾ ഇസ്രയേലിന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. എന്നാൽ അതിന് വഴങ്ങുന്നില്ല എന്ന നിലപാടാണ് ഇസ്രയേൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഹെസ്ബുള്ളയും ഇസ്രയേലിൻ്റെ ദാദോ മിലിറ്ററി ബേസ് കേന്ദ്രമാക്കി ശക്തമായ ആക്രമണം അഴിച്ചുവിടും. അത് സഫേദ് നഗരത്തിന് സമീപത്താണ്. അങ്ങോട്ടേക്ക് ശക്തമായ മിസൈൽ ആക്രമണം നടത്തും എന്നും വ്യക്തമാക്കുകയാണ്. അങ്ങനെ ശക്തമായ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. പക്ഷേ ട്രംപ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുള്ളത് വെറും ഒരു ഭീഷണിയാണോ അതോ അത് വ്യക്തമായ ഇനി അടുത്തൊരു നീക്കത്തെ സംബന്ധിച്ചുള്ളൊരു വ്യക്തമായ സൂചനയാണോ എന്നതാണ് ഇപ്പോൾ ലോകം കൗതുകത്തോടെ, അതിനുപരി ജിജ്ഞാസയോടെ, ആശങ്കയോടെയൊക്കെ ഉറ്റുനോക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ട്രംപിൻ്റെ ഭീഷണി വീണ്ടും ഇന്ന് രാത്രിയിൽ അതിശക്തമായ ആക്രമണം ഇറാനിൽ സംഭവിക്കുമെന്നാണ് ട്രംപ്